ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഷിംജിത്തക്ക് ജയിലിൽ നല്ലോണം അടി കിട്ടിയെന്നാണ് വിവരം. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഞെട്ടിക്കുന്നൊരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാനിപ്പോൾ പ്ലേ ചെയ്തുതരാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അതായത് ഷിംജിത്ത് ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കുറേ പേര് കമൻ്റ് ഇടുന്നത് നിർത്തുബ്രോ എന്തിനാണ് വീണ്ടും വീണ്ടും ഷിംജിത്ത് ആ വിഷയം ചർച്ച ചെയ്യുന്നത്? ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ ദീപകിന് നീതി കിട്ടണ്ടേ? ദീപകിന് നീതി കിട്ടണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മിനിമം ഇനി വരുന്ന 10 ദിവസമെങ്കിലും ദീപകിൻ്റെ വിഷയം ചർച്ചയാവണം. ദീപകിൻ്റെ വിഷയം ചർച്ച ആയാലേ ഈ പറയുന്ന ഷിംജിത്തക്ക് ജാമ്യം കിട്ടൂല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ദീപകിൻ്റെ വിഷയം മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷിംജിത്തക്ക് ജാമ്യം കിട്ടും. കോടതി വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ ചർച്ച നിന്നോ, ഇനി ഷിംജിത്ത പുറത്തിറങ്ങട്ടെ, പെൺകുട്ടിയല്ലേ, ഭാവിയുണ്ടല്ലേ, അങ്ങനെ വിചാരിക്കും. അതുകൊണ്ട് പറയുകയാണ്, ഷിംജിത്ത റിലേറ്റഡായി ആര് എന്ത് വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അവർ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഷിംജിത്തക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. ആ വിഷയത്തിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുമ്പ് ഇന്നലെ രാവിലെ ബസ്സിൽ പുതിയൊരു ട്രെൻഡിങ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. വേറൊരു സ്ത്രീയെ ഒരു പുരുഷന് കയറി പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ വന്നിട്ടുണ്ട്. നമുക്കാദ്യം അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ഒരുത്തം വന്നിട്ട് കൈ കെട്ടി ഇരുന്നിട്ട് കൈയിൻ്റെ അയാളുടെ കഷത്തിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വേണ്ടാത്തടത്ത് ഞോണ്ടി. പക്ഷെ ഞാൻ എണീറ്റ് അത് പ്രതികരിച്ച ടൈമിൽ ഒരു മനുഷ്യരെ അനങ്ങിയിട്ടില്ല. അങ്ങനെയും ഉണ്ട്. ഈ ബസ്സിൽ ഉള്ളവർ അനങ്ങൂല. ഒരു മനുഷ്യരെ അവരെ പാട് നോക്കി അങ്ങനെ ഇരിക്കുള്ളൂ. ഇത് ഇയാൾ തോണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറയണം. എന്നിട്ട് ഞാൻ കരഞ്ഞിട്ടാണ് ബസ്സിൽ നിന്ന് ഇറങ്ങി പോണത്. കാരണം വേറെ ഒരാൾ പ്രതികരിക്കുന്നുമില്ല, ഒന്നുമില്ല. ഇയാൾ പെട്ടെന്ന് ചാടി എണീറ്റ് പോവുകയും ചെയ്തു. അതായത് ഇത് ഞാൻ പ്രതികരിച്ചപ്പം ഇയാൾ ചാടി എണീറ്റ് പോവുകയും ചെയ്തു. ഒരു മനുഷ്യർ അതിന് വേണ്ടിയിട്ട് സംസാരിക്കും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയും ഓരോ കാര്യങ്ങൾ നടക്കണുണ്ട് ഇവിടെ. ഓക്കെ, ഈ വിഷയത്തിൽ എനിക്ക് 2 അഭിപ്രായമുണ്ട്. ആ 2 അഭിപ്രായവും ഞാൻ പറയാം. ആദ്യത്തെ അഭിപ്രായം, ഞാൻ തെറി വിളിക്കും, ഇനി ഹെഡ്സെറ്റ് വെക്കൂ. കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്യൂ. എൻ്റെ ആദ്യത്തെ അഭിപ്രായം ആ പന്നിയെക്കുറിച്ചാണ്, ആ ആണിനെ കുറിച്ചാണ്. ഓക്കെ, എടാ നാണവും മാനവും ഇല്ലടാ നിനക്ക്? നിൻ്റെ വീട്ടിൽ പെങ്ങന്മാരില്ലടാ പരമച്ചറ്റെ? ഇനി എന്തിനാണ് അവളെ തോണ്ടാൻ പോയത്? അതായത് അവൻ തോണ്ടുന്നത് ക്ലിയറായി കൃത്യമായി കാണുന്നുണ്ട് നമുക്ക്. രണ്ടാമത്, ഈ പെണ്ണിനോട് നിനക്ക് നാണവും മാനവും ഉണ്ടോടി? എന്തിനാണ് ബ്രോ, അവൾ അതിജീവിതയല്ലേ, അവളെ എന്തിനാണ് തെറി വിളിക്കുന്നത്? അത് വീഡിയോ ചെയ്യുന്ന ആ നിമിഷം, അതായത് അവൻ തോണ്ടുന്നു. ഇപ്പോൾ ഒരാൾ തോണ്ടുമ്പോൾ, ഒരു പെണ്ണിനെ കയറി പിടിക്കുമ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റ് അവളെ നോക്കും. ആദ്യം മെല്ലെ ടച്ച് ചെയ്യും. അങ്ങനെയല്ലേ തോണ്ടൽ? അപ്പം തന്നെ അവനൊരു കരണത്തേക്ക് ഒരു അടിയല്ലേ വെക്കേണ്ടത്? ഒരുപക്ഷെ നാളെ മറ്റന്നാളോ അവനും ആത്മഹത്യ ചെയ്യും. അവൻ ആത്മഹത്യ ചെയ്താൽ നന്നായി നമുക്ക് പറയാം. കാരണം അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, അവൻ കയറി പിടിക്കുന്നുണ്ട്. ഷിംജിത്ത് ആ വിഷയത്തിൽ ദീപക് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ ഇവൻ കയറി പിടിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അവനെ അടിച്ചിട്ട്, ഇതിപ്പോൾ വീഡിയോ ചെയ്തിട്ട് അവൻ കയറി പിടിക്കോളൂ. അതായത് നമുക്ക് ആ വീഡിയോയിൽ ക്ലിയറായി കൃത്യമായി കാണുന്നുണ്ട്. ആ ചങ്ങായി നിങ്ങൾ ഒന്നും കൂടി കാണും, ഞാൻ സൈഡിൽ വെച്ച് തരാം. ആ ചങ്ങായി കയറി പിടിക്കുന്നുണ്ട്. അത്രയും സമയം എന്തിനാണ് കൊടുക്കുന്നത്? ഒരാൾ നമ്മളെ മോശമായി നോക്കുന്നുണ്ട്, ഒരാൾ നമ്മളെ മോശമായി ടച്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ അതിനെ ഒഴിവാക്കിക്കൂടെ? അപ്പോൾ ഇവിടെ 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. ആ പന്നി ആണെന്ന് പറയുന്ന ആ ചങ്ങായിയുടെ ഭാഗത്ത് കൂടുതലാണ് തെറ്റ്. പെണ്ണ് അതിന് നിന്ന് കൊടുക്കണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഇവിടം വരെ കൈയെത്തുന്നത് വരെ എന്തിനാണ് അവൾ നിന്ന് കൊടുത്തത്? അതും അവളുടെ ഭാഗം തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷിംജിത്ത് ആ വിഷയം ചർച്ച ചെയ്യാം. ഷിംജിത്ത് ഇന്നലെ ജയിലിൽ പറയുകയാണ്, ഞാനൊരു അതിജീവിതയാണ്, എനിക്ക് ബിരിയാണി വേണം, ഞാൻ ഒരുത്തനെ കൊന്നിട്ടല്ല വന്നത്, ഞാൻ കഞ്ചാവ് വിറ്റിട്ടും MDMA വിറ്റിട്ടുമല്ല വന്നത്, എന്നെ വെറുതെയാണ് അറസ്റ്റ് ചെയ്തത്. എനിക്ക് പേഴ്സണലി ബസ്സിൽ നല്ലോണം എന്നെ ഒരാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എൻ്റെ സ്വകാര്യ ഭാഗത്തിലേക്ക് കൈയിട്ടു. അതിന് ഞാൻ പ്രതികരിച്ചതിനാണ് ഞാൻ ജയിലിൽ വന്നത്. ഞാനൊരു അതിജീവിതയാണ്, പിന്നെ എന്തിനാണ് എന്നെ നിങ്ങൾ ഒരു ജയിൽ പുള്ളിയായി കാണുന്നത്? അങ്ങനെയൊക്കെയാണ് അഹങ്കാരത്തോട് ഷിംജിത്ത് പറഞ്ഞത്. ഓക്കെ, നാണമുണ്ടോ ഷിംജിത്ത? ഷിംജിത്തക്കുള്ള ചെറിയ രീതിയിലുള്ള ഒരു മറുപടി കൊടുത്തിട്ട് പോലീസ് എന്ത് ചെയ്തു എന്ന് ഞാൻ പറയാം. ഓക്കെ, നാണവും മാനവും ഇത്തിരി ഉളുപ്പുമുണ്ടോ ഷിംജിത്ത നിനക്ക്? നീ കാരണമല്ലേടെ ഒരു ദീപക് എന്ന മനുഷ്യന് നല്ല രീതിയിൽ, അതായത് ദീപക് മരിച്ച ആ ദിവസം 3-4 മണിക്കൂർ ആലോചിച്ചു, ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും നാഥ. ഷിംജിത്ത, നമ്മുടെ ദീപക് ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു സമയത്ത് 2-3 മണിക്കൂർ അദ്ദേഹം കരഞ്ഞു. ഷിംജിത്ത, നാളെ രാവിലെ ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്ന്. ഷിംജിത്ത, അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന നിമിഷം 2-3 തവണ വേണ്ട കുഴപ്പമില്ല, ആത്മഹത്യ ചെയ്യുന്ന വേണ്ട, അങ്ങനെ 2-3 ദിവസം ചിന്തിച്ച് കയറിടുന്നു എടുക്കുന്നു. അവസാന നിമിഷം ചങ്ക് പിടഞ്ഞാണ് ഷിംജിത്ത് അദ്ദേഹം മരിച്ചത്.
നാളെ ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? നാളെ അവൻ്റെ മുഖം ഞാൻ എങ്ങനെ നോക്കും? എൻ്റെ അമ്മയുടെ മുഖം ഞാൻ എങ്ങനെ നോക്കും? നീ കാരണമല്ലേടേ ഷിംജിത്ത? നാണവും മാനവും ഉണ്ടോടെ നിനക്ക്? അതായത് ഷിംജിത്ത, നമുക്കൊരുത്തൻ നിനക്കിപ്പോൾ എന്നെ കൊല്ലാം, അതായത് എന്നെ ഒറ്റ സെക്കൻഡിൽ തീർത്താൽ ഓക്കെ നല്ലതാണ്, ഒരു വിഷം തന്നിട്ടോ, അതായത് ഞാൻ ഇഞ്ചിഞ്ചായി മരിക്കുന്നതിന് നല്ലത് 1 മിനിറ്റ് കൊണ്ട് ഞാൻ മരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെയല്ലേ കൊല്ലുന്നത് നല്ലത്. നമുക്ക് എല്ലാവർക്കും മരിക്കാനുണ്ട്, അപ്പോൾ കുറച്ച് പെട്ടെന്ന് പോയി നമുക്ക് വെക്കാം. ഇവിടെ ദീപകിൻ്റെ വിഷയം അങ്ങനെയല്ല. ടെൻഷന് പിടിച്ചിട്ട് ഇഞ്ചിഞ്ചിഞ്ചായാണ് അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് നീ അനുഭവിക്കും ഷിംജിത്ത. നിനക്ക് തൂക്കുകയറ് തന്നാലും അതിനെ ഞങ്ങൾ ഒന്നും പറയില്ല. ഞാൻ നന്നായി എന്നേ പറയും. ഞാൻ ചിരിക്കും. നിൻ്റെ പേരിൽ ഞാൻ അടിപൊളി ബീഫും പൊറോട്ടയും പോയി കഴിക്കും, നിനക്ക് തൂക്കയറ് കിട്ടി കഴിഞ്ഞാൽ. അത്രയും വൃത്തികെട്ട ജന്തുവാണ് നീ. അതായത് നമുക്ക് ഒരുത്തനെ കൊല്ലാം ഈസിയായി, അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി ഒരിക്കലും കൊല്ലരുത്. അപ്പോൾ ഷിംജിത പറയുകയാണ്, എനിക്ക് ബിരിയാണി വേണം, മറ്റത് വേണം, മറിച്ചത് വേണം. പോലീസ് ഉദ്യോഗസ്ഥർ നല്ലോണം പെരുമാറി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ തന്നെ വേണം. ഇവൾ ആരാണ്? ഇവളുടെ വിചാരമുണ്ട് ഇവള്. പിന്നെ ഈ വൃത്തികെട്ട ജന്തു ഉണ്ടല്ലോ, ഷിംജിത്ത എന്ന വൃത്തികെട്ട ജന്തു, ഈ ജന്തുവിനെ കണ്ടിട്ട് കുറച്ച് സ്ത്രീകൾ വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ പേഴ്സണലി വിചാരിച്ചത് ദീപക് ആത്മഹത്യ ചെയ്തതോടുകൂടി ബസ് ട്രെൻഡിങ് വീഡിയോ നിർത്തുമെന്ന്. ഇല്ല, ഇന്നലെയും ഞാൻ 2-3 കണ്ടു. ഒന്ന് ഞാൻ പ്ലേ ചെയ്തു, ബാക്കി 2 അതിലൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. അതായത് ചിലർ വൈറലാവാൻ വേണ്ടി വീണ്ടും വീണ്ടും ട്രെൻഡിങ് വീഡിയോ ഇറക്കുന്നു. ഇവറ്റകൾക്ക്, അതായത് എല്ലാ സ്ത്രീകളല്ല, ചില സ്ത്രീകൾക്കൊരു വിചാരണയുണ്ട്. അതായത് എങ്ങനെ വൃത്തികെട്ട രീതിയിലായാലും മതി, ഒന്ന് വൈറലായാൽ മതിയെന്ന്. എന്തിനാണ് ഈ വൈറൽ? നിങ്ങൾ വൈറലാവണം എങ്ങനെ? കഷ്ടപ്പെട്ട് വൈറലാവണം. എല്ലാ ദിവസവും ഓരോ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യണം. സ്ലോലായി 2-3 വർഷം എടുക്കും ഒത്തിരി വൈറലാവാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് വൈറലാവാൻ, ഒരുത്തനെ കൊലക്കൊടുത്തിട്ട് എന്തിനാണ് നിങ്ങൾക്ക് വൈറലാവാൻ? അതായത് ഒരു പുരുഷൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് എന്തിൻ്റെ മണ്ണാങ്കട്ടയുടെ വൈറലാണ് നിങ്ങൾക്കാവേണ്ടത്? അപ്പോൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഷിംജിത്തയെ നല്ലോണം പെരുമാറിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നന്നായി. ഇനിയെങ്കിലും ദീപകിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടൂല എന്ന് ഞാൻ പറയുകയാണ്. ഈ വൃത്തികെട്ടവൾ ഒരു പെണ്ണായതുകൊണ്ട് കോടതിയും പോലീസും ഒക്കെ വൃത്തികെട്ടവൾക്കൊപ്പമേ നിൽക്കും. കാരണം വൃത്തികെട്ട ജന്തു എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ, ആ ഒരു വീഡിയോയുടെ കാര്യം ഒന്നും കൂടി ഞാൻ പറയാം. ഓക്കെ, ഈ വൃത്തികെട്ട ജന്തു ഏത് വീഡിയോ ആണ് ദീപകിനെതിരെ ഈ ഷൂട്ട് ചെയ്തത്, അതിൻ്റെ കഷ്ണം എടുത്തിട്ടാണ് ഈ വൃത്തികെട്ട ജന്തു അപ്ലോഡ് ചെയ്തതൊക്കെ. എന്നെ കയറി പിടിച്ചു എന്ന് പച്ചക്കളവ് പറഞ്ഞത്. അപ്പോൾ വൃത്തികെട്ട ജന്തുവിനെ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. കാരണം വൃത്തികെട്ട ജന്തു ഒരു പെണ്ണുമാണ്, യുവതിയുമാണ്, മരിച്ചതാകട്ടെ ഒരു പുരുഷനുമാണ്. വൃത്തികെട്ട ജന്തു എന്നെ കയറി പിടിച്ചു എന്ന് നിലവിലും പറയുന്നുണ്ട് ജന്തു. അതുകൊണ്ട് ജന്തുവിനെ അത്ര പെട്ടെന്നും അതായത് ശിക്ഷിക്കൂല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ജന്തുവിന് തൂക്കുകയറ് കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. ജന്തുവിന് മറ്റന്നാൾ ഈ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും തെരുവിലിറങ്ങിയിട്ട് സമരം ചെയ്യണമെന്ന് ഞാൻ പറയാം. അതായത് ദീപകിന് നീതി കിട്ടുന്നത് വരെ നമ്മൾ സമരം ചെയ്യണം, ജന്തുവിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഞാൻ പറയുന്നത് ജന്തു മിനിമം ഒരു 6 വർഷമെങ്കിലും കിടക്കണം ജയിലിൽ. കുറഞ്ഞത് അത്രയെങ്കിലും ജന്തുവിനുള്ള ശിക്ഷ കിട്ടണം. കാരണം നമ്മുടെ ദീപകിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ജന്തുവിനെ എത്രയും പെട്ടെന്ന് നമ്മൾ പിടിച്ചിട്ട് അകത്തിടണമെന്നേ ഞാൻ പറയാം. പിന്നെ ഒരു കാര്യം കൂടി ഇടയ്ക്ക് പറയുകയാണ്, ഈ പറയുന്ന ജന്തു കാരണം കുറേ സ്ത്രീകൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നേറുന്നു. അവരോട് സ്നേഹപൂർവ്വം പറയുകയാണ്, വേണ്ടടി, എന്തിനാടി നിങ്ങളുടെ മണ്ണാങ്കട്ടയുടെ വൈറൽ? നിങ്ങൾക്ക് സത്യസന്ധമായി വേറെ എന്തെങ്കിലും വീഡിയോ ഇട്ട് വൈറലായിക്കൂടെ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാണുങ്ങളുടെ ജീവിതം വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾ കളിക്കുന്നത്? അപ്പോൾ തൽക്കാലം ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.